ഹലോ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോൻ്റെ ബാക്കിയാണ്. ബാക്കി പറഞ്ഞാൽ ഇന്നലെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ 8 മണി 9 മണി ആയിണ്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഞാൻ ഇന്നലെ ആ വീഡിയോയിൽ ആഡ് ചെയ്തില്ല. അപ്പോൾ ആ ഭാഗങ്ങളും പിന്നെ ഇന്ന് കർക്കിടകം 1 അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കർക്കിടകം 1 അപ്പോൾ എല്ലാവരും അമ്പലത്തിൽ പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ്, ഒരു ചെറിയ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക, എന്നാലേ ഞാനിരുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഇട്ടുള്ളൂ. എന്നാൽ ഇവിടേക്ക് പോകാം. സുധിയാട്ടൻ ഇട്ടോടെ. പിന്നെ ഞങ്ങൾക്ക് വളാഞ്ചേരി പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വളാഞ്ചേരി പോയി. പിന്നെ വരുന്ന വഴിക്ക് ചിക്കൻ വാങ്ങി. ഞാൻ പറഞ്ഞില്ലേ എന്ന് വെച്ച് കൊടുക്കാണ്ടെന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങി. പിന്നെ ചേച്ചി അവിടെ ഉണ്ണിയപ്പം നെയ്യപ്പം ഞാൻ വരുമ്പോൾ അതിനുള്ളൊക്കെ മാവ് കുഴച്ച് വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ചേച്ചി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇനി പോയിട്ട് ഈ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചിക്കനും കൂടി ഉണ്ടാക്കാണ്ട്. അത് കഴിഞ്ഞിട്ട് പൊട്ടിയ മക്കളൊക്കെ അമ്മ ആട്ടിയാവോ ഞാനൊന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ സമയം 6 മണി കഴിഞ്ഞ്. ചിലപ്പോൾ ആട്ടിണ്ടാവും. എന്തായാലും പോയി നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ചേച്ചി ഉണ്ണിയപ്പം നെയ്യപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അത് കൊടുക്കുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പറഞ്ഞില്ല ചിക്കനാണ് ഇനി ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ ചിക്കൻ ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചിക്കനിക്ക് നമ്മൾ 3 സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില, 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, വലിയ ജീരകം, കുരുമുളക് പേസ്റ്റ്, പിന്നെ അത് തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പുട്ടും പൊടി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. പിന്നെ എന്താ തേങ്ങ ചിരകാനുണ്ട്. അങ്ങനെ ചിക്കൻ കറി ആവുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ അതാ പുട്ടിനുള്ളതുണ്ട്. ചേച്ചി ഇവിടെ പുട്ടും കുറ്റിക്ക് ഒന്ന് നോക്കി ഇങ്ങളെന്നോ അതാ ചേച്ചി ഇതാ. എല്ലാവരും പറഞ്ഞു ചേച്ചീനെ അധികം കാണിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ചേച്ചി ഇതാ പുട്ടും കുറ്റിക്ക് പുട്ട് ഇതാക്കട്ടോ. നിങ്ങളധികം കാണിച്ചിട്ടില്ല എന്നാരോ കമൻറ്റ് അറിയില്ല. ശരണ്യെ വിളിച്ചപ്പോൾ പറയേ. പിന്നെ സ്ത്രീക്കുട്ടിയൊക്കെ ഇവരൊക്കെ കളിക്കാട്ടോ. ഇനി ഞങ്ങൾ നേരം വൈകി ഒന്ന് ചിക്കൻ കിട്ടാൻ നേരം വൈകിട്ടും ഒക്കെ കൂടിയായിരുന്നു കേട്ടോ. 8 മണിയായി. ഇനി ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമ്മൾ വെച്ചെടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ. നമ്മൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവി പറക്കണ പുട്ട്. ഇനി ഇത് കഴിഞ്ഞ് ഈ ഒരു പുട്ടും കൂടെ ഉള്ളൂ. ഇതോട് കഴിഞ്ഞാൽ പുട്ടും റെഡിയൊക്കെ റെഡിയാണ്. ഞാൻ നേരത്തെ കാണിച്ചു നെയ്യപ്പം ഉണ്ണിയപ്പം, പിന്നെ ചിക്കൻ കറി, പിന്നെ ഇത് ചായ ഉണ്ട്, പിന്നെ ഇതാ പുട്ട്, പിന്നെ പപ്പടം. ഇതാണ് അപ്പം നമ്മൾ ഇന്നത്തെ ഐറ്റംസ്. പിന്നെ ചോറുണ്ട് കേട്ടോ. ചോറും അവിടെ പാത്രത്തിലുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞാൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഇലയിൽ ഞങ്ങൾ തുളസിയും അതുപോലെ അരിയിട്ടിട്ട് വയ്ക്കും. പിന്നെ വലിയ നാക്കലയിലാണ് നമ്മൾ ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ വിളമ്പുക. എന്നിട്ട് പിന്നെ വിളക്കത്തിച്ചിട്ട് വെച്ചെടുക്കും. അപ്പോൾ ഓരോരുത്തരായിട്ട് അരിയും പൂവും പോയിട്ടിടും. സുധിയേട്ടൻ്റെ ഏട്ടനായിട്ട് ആദ്യമായിട്ട് അരിയും പൂവിടണം. പിന്നെ അമ്മ, സുധിയേട്ടൻ, ഏച്ചി, പിള്ളേർ, പിന്നെ ലാസ്റ്റ് ഞാനും അതേപോലെ അരിയും പൂവൊക്കെ ഇട്ട് ഞങ്ങൾ ഇതിങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ ഭാഗത്തേക്കും അതുമാതിരി ഓരോരോ ഭാഗത്തേക്കും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടാണ്. അത് കഴിഞ്ഞ് അത് വെച്ചപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാം കേട്ടോ. ഞങ്ങൾ മാറ്റി വെക്കാം. പിന്നെ കർക്കിടകം 1 ആയതുകൊണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. പിന്നെ ഗണപതി ഹോമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പോവാണ്. സുധിയേട്ടതാണ് മഴയായിട്ട് സുധിയേട്ടന് ഇന്നും പണിയില്ല. പിന്നെ പിള്ളേരെ കാണിച്ചു തരാം. ശ്രീക്കുട്ടി ഇതാ. ശ്രീക്കുട്ടിയുടെ ഡ്രസ്സ് കാണിച്ചെടുത്താ. ഡ്രസ്സാട്ടോ. നവ്യ അടിച്ചാട്ടോ. ബാക്ക് തിരുന്ന ചിന്നു എന്ന് പറഞ്ഞാൽ അറിയുള്ളൂ. ഇതാ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് പൂമ്പാക്കിൻ്റെ കല്ലൊക്കെ ഉണ്ടായിരുന്നു. ആ കല്ലൊക്കെ പോയതാട്ടോ. പിന്നെ ഇതാ പൊന്നുട്ടി, കണ്ണ്, ഇതാ ചിന്നുട്ടി, ഇതാ പിന്നെ അമ്മയും പോയിരുന്നുണ്ട് ഞങ്ങളുടെ കൂടെ. ചെരുപ്പില്ല അവിടെ ഒന്നോ. അതാ വണ്ടി സ്റ്റാർട്ടാക്കിയാണ്. പിന്നെ നല്ല മഴ, നല്ല മഴ. അപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തെ ബാക്കി വിശേഷം. അങ്ങനെ ഞങ്ങളുടെ അമ്പലത്തിലെത്തി. ഞാൻ പറഞ്ഞിരുന്നല്ലോ മഴയായതുകൊണ്ട് ഞങ്ങൾ 8:45 അമ്പലത്തിലെത്തിയപ്പോൾ. അപ്പോൾ എല്ലാവരും തൊഴിലുള്ളവരൊക്കെ പുറത്ത് നിൽക്കട്ടെ എന്ന് വെച്ചാൽ അമ്പലം നട അടിച്ചിട്ടുണ്ടെങ്കിൽ പൂജ ചെയ്യാണ്. അങ്ങനെ നട തുറന്ന് ഞങ്ങളെല്ലാവരും തൊഴുതു. അപ്പം പൊന്നുട്ടീൻ്റെ അടുത്തോട്ടോ ഫോൺ. അപ്പോൾ പൊന്നുട്ടി കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഞാൻ തൊഴുന്നുണ്ട് നടയിൽ നിന്നിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ കർക്കിടക മാസം 1 തീയതി കർക്കിടക കഞ്ഞിയുണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടിയിട്ടാട്ടോ
പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടത് ആ ഒരു ഏരിയയിലാട്ടോ. എല്ലാവരും ഇത് കഞ്ഞി കുടിച്ചിട്ടാണ് പോണത്. ഞാനിതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞല്ലോ ഒരു പ്രാവശ്യം കർക്കിടക കഞ്ഞി കുടിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മളെ ധാന്യങ്ങളൊക്കെ വെച്ചിട്ട്. പിന്നെ ഇതൊരു പ്ലാവിൻ്റെ ഇല അങ്ങനത്തെ ഒരു അത് സ്പൂണാക്കിയിട്ടാണ് നമ്മൾ കുടിക്കുക. അപ്പോൾ ശ്രീകുട്ടിയും ചിന്നുട്ടിയും പൊന്നുട്ടിയും ഒന്നും അധികം കുടിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ. പിന്നെ ഞാനും ചുറ്റുപാട്ടിനൊക്കെ കഴിച്ചു. പിന്നെ അമ്മ ഉണ്ടല്ലോ, അമ്മയും കഴിച്ച്. പിന്നെ എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയുന്നത് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം കുടിച്ചതന്നെയല്ലേ. പിന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കലില്ലേ. പിന്നെ വീട്ടിൽ അച്ഛൻ നമ്മൾ ചെറിയ പിടിക്കോയിനൊക്കെ വെച്ച് കഴിക്കല് അതിങ്ങനെ ഉണ്ടാക്കലില്ല. പിന്നെ ഈ ഒരു വഴി പറഞ്ഞാൽ കുളത്തിലേക്കുള്ള വഴി കേട്ടോ. ആകെ വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. മഴ അത് കണ്ടോ പെയ്യുന്നുണ്ട്. ഞാൻ കുടം ചൂടിയുടെ കേട്ടോ ജസ്റ്റ് കുളം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഞാനത് പോണത്. ഞാൻ താഴത്തേക്കൊന്നും ഇറങ്ങിയില്ല, കണ്ട വഴുക്കലാണ് അവിടെ കാണുന്നത്. പിന്നെ അവിടെ നമ്മൾ ഇവർ കഞ്ഞി വെച്ച പാത്രങ്ങളുണ്ട്, അത് അവിടെ നിന്ന് കഴുകാൻ വേണ്ടിയിട്ട് അത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞങ്ങളെ കുളം. അപ്പം ഇവിടെ വഴുക്കണോണ്ടാണ് ആ ഓലൊക്കെ അങ്ങനെ കേട്ടോ. നല്ല വഴുക്കൊന്നും നല്ല വഴുക്കുണ്ട്, ആ പടികളും കൂടി നല്ല വഴുക്കുണ്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വീഡിയോ അതായത് ഇന്നത്തെയും വീഡിയോയും കൂടി ഞാൻ മിക്സ് ആക്കിയിട്ടിട്ടത്. അത് കുറച്ച് ഭാഗമുള്ളൂ. അപ്പോൾ ഒരു വീഡിയോ ആക്കി ഇറക്കാലോ വിചാരിച്ചിട്ടിട്ടത്. പിന്നെ ഞാൻ പറഞ്ഞില്ല അമ്പലത്തിൽ പോയി. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എങ്ങനെയാണ് ഈ കർക്കിടകത്തിൻ്റെ മുന്നേ ഇങ്ങനത്തെ പരിപാടികളുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചിരുന്നു, വീഡിയോയിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു. അങ്ങനെ എന്തെങ്കിലും കമൻ്റ് ഇടാൻ. അതുപോലെ നിങ്ങൾ എന്താ പറയുക, ഇങ്ങനെ കർക്കിടക മാസത്തിൽ മരുന്ന് ഉണ്ടാക്കി കുടിക്കുക അങ്ങനത്തെ ഓരോന്നുണ്ട്. അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ ആദ്യമൊക്കെ ഈ പിടിക്കോഴി ഇല്ലേ എന്ന് വെച്ചാൽ നന്ന ചെറുതല്ല നന്ന വലുപ്പമല്ല അതിൻ്റെ ഇടത്തരം അങ്ങനത്തെ കോഴികളുണ്ടെന്നിട്ട് ഞങ്ങൾ മരുന്ന് വെക്കും. മരുന്ന് വെച്ചാൽ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും അല്ലാതെ നമ്മൾ കുരുമുളക് ചെറിയുള്ളി അങ്ങനെയൊക്കെ വെച്ചിട്ട് മരുന്ന് വെച്ച് കഴിച്ചിരുന്നു. പിന്നെ ഈ കർക്കിടകത്തിൽ ഇതാക്കണം. ഇവിടെ സുധിയേട്ടൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ പത്തില കൂട്ടം വെക്കും. പത്തില പറഞ്ഞാൽ എന്തൊക്കെയോ ഇല ഉണ്ട്, തൂവ, പിന്നെ എന്തൊക്കെയോ ഇല ഉണ്ട്. ഞാൻ അത് അങ്ങനത്തെ ഒരു വീഡിയോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇടുന്നുണ്ട്. പിന്നെ മുരിങ്ങേൻ്റെ ഇല കൂട്ടാൻ പാടില്ല എന്നൊക്കെ പറയണൊക്കെ കർക്കിടകത്തിൽ. അങ്ങനെ ഓരോന്നുണ്ട് ഇട്ടേക്ക് വല്ലാണ്ട് അറിയില്ല. മുരിങ്ങേൻ്റെ ഇല കൂട്ടിയാൽ കഴിക്കുന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇത് എങ്ങനെയാണ് നമ്മൾ കർക്കിടക മാസം ഇതാവണത്? കർക്കിടക മാസം തന്നെ ഒരു രാമായണ മാസമല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൽ ഉണ്ടാവുന്നത്? നിങ്ങളുടെ അമ്പലങ്ങൾ, നിങ്ങൾ ചുറ്റുപാടുള്ള പ്രദേശങ്ങൾ എങ്ങനെയാണ് അത് വെക്കണമെന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം. ഞങ്ങളിവിടെ എങ്ങനെയാണ് അത് നടത്തുന്നതെന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ഇപ്പം പുതിയ സബ്സ്ക്രൈബർ ആണെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ മുന്നത്തെ വീഡിയോസും ഷോർട്സൊക്കെ കാണുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോ ഷോർട്സൊക്കെ ഉണ്ട്, അത് മറ്റുള്ളവർക്ക് ഷെയറും കൂടി ചെയ്യുക. പിന്നെ അത് ലൈക്കും കൂടി ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ എല്ലാ വീഡിയോസിനും കമൻറ്റും രേഖപ്പെടുത്തും. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുന്നാലേ എനിക്ക് ഈ വീഡിയോസിന് ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ഡേ ആശംസിക്കുന്നുണ്ട്. എന്നൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുക. അപ്പം നോക്കെ ബൈ. എല്ലാവരും സുഖമായിരിക്കട്ടെ. പിന്നെ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെയും അതേപോലെ തന്നെ നല്ല മഴ ചോർന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു മഴ കഴിഞ്ഞ് ചെറിയൊരു ഇടവേള ഒരു 10-15 മിനിറ്റ് പിന്നെയും മഴ തുടങ്ങും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ എല്ലാവരും പിന്നെ കണ്ണമ്മോടെ കളിക്കേണ്ട കേട്ടോ, അതിൻ്റെ സൗണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക. കുളത്തിലോ അങ്ങനെയുള്ളതൊന്നും പോവാതെ നോക്കുക. കുട്ടികളായാലും വലിയ ആളായാലും. മീൻ പിടിക്കാനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാരും തോട്ടിലും കുളത്തിലൊക്കെ പോകുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. നോക്കുക. ബൈ.